നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്നത് കണ്ണാടിയെയും നിഴലിനെയും മാത്രമാണ്. കാരണം കണ്ണാടി കള്ളം പറയില്ല, നിഴലാകട്ടെ പിണങ്ങിപ്പോവുകയുമില്ല. കൊടുക്കുവാനില്ലെങ്കിൽ നമ്മുടെ കൈകൾ പിടിക്കുവാൻ മടിക്കും, എടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ കൈകളെ പുണരുവാൻ മത്സരിക്കും. നടൻ ജയറാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില ചതികളും അതേക്കുറിച്ച് നടി ഉഷയുടെ ചില വെളിപ്പെടുത്തലുകളും അതിന് പാത്രമായ നിർമ്മാതാവ് ഹസീബിന്റെ ഇന്നത്തെ അവസ്ഥയുമാകട്ടെ ഈ എപ്പിസോഡ്. നിലപാട് കൊണ്ടും ശക്തമായ പ്രതികരണ ശേഷി കൊണ്ടും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഉഷ ഹസീന. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രശസ്ത സംവിധായകനെ സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അഴിക്കുള്ളിലാക്കിയ ആദ്യത്തെ ചലച്ചിത്ര നടി കൂടിയാണിവർ. ഇത് പലർക്കും അറിയാത്ത ഒരു ചരിത്ര സത്യവുമാണ്. ഹസീന എന്ന നടി 3 നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. ഹസീന എന്ന പേരുകൂടാതെ ഉഷയെന്നും ഇപ്പോൾ ഉഷ ഹസീന എന്നും അറിയപ്പെടുന്നു. ഉഷയുടെ പിതാവ് ഹനീഫ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഒപ്പം കഴിവുറ്റ ഒരു കലാകാരനും. അദ്ദേഹം നല്ലൊരു തബലിസ്റ്റ് ആയിരുന്നു. ഖാദികൻ, സാംബശിവന്റെ കഥാപ്രസംഗ വേദികളിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി തബല വായിച്ചിരുന്നു. ചില ആൽബങ്ങൾക്കും കാസറ്റിനും വേണ്ടി അദ്ദേഹം സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹവുമായി നാട്ടുകാരൻ എന്നതിലുപരി നല്ല സുഹൃത്ത് ബന്ധവും പുലർത്തിയിരുന്നു. ഉഷയുടെ പിതാവിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു പഴയകാല പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന ലത്തീഫ് ക. ശരിക്കും ആലപ്പുഴയിലെ ആദ്യത്തെ നടനായിരുന്നു ലത്തീഫ് ക. 1956 രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിലെ ടൈറ്റിൽ റോളിൽ രാരിച്ചനായി അഭിനയിച്ചിരുന്നത് ലത്തീഫ് കെ ആയിരുന്നു. ലത്തീഫ് കയുമായുള്ള അടുപ്പവും സൗഹൃദവുമാണ് ഹസീനയ്ക്ക് സിനിമയിൽ എത്തിപ്പെടാനുള്ള വഴിയൊരുക്കിയത്. കലോത്സവ വേദികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ഹസീനയെ ലത്തീഫ് ക ബാലചന്ദ്ര മേനോന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അന്ന് ഉഷയ്ക്ക് തീരെ പ്രായം തോന്നാത്തത് കാരണം ബാലചന്ദ്ര മേനോൻ പറഞ്ഞു, ഒരു 2 വർഷം കഴിഞ്ഞ് എന്നെ വന്ന് കാണാം. 2 വർഷം കഴിഞ്ഞപ്പോൾ കോളേജ് യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ പങ്കെടുത്ത് ആലപ്പുഴ സെന്റ് ജോസഫ് കോളേജിന്റെ പേരിൽ 1ാം സമ്മാനം കരസ്ഥമാക്കി. പത്രങ്ങളിലെല്ലാം ഹസീനയുടെ 1ാം സമ്മാന ജേതാവിന്റെ ചിത്രം അച്ചടിച്ചു വന്നപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട ബാലചന്ദ്ര മേനോൻ ലത്തീഫ് കയെ വിളിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നേരത്തെ അവസരത്തിനായി എന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ ഇതെന്ന്. അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രമായ കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിൽ നായികയായി തീരുമാനിക്കപ്പെടുന്നു. ആ ചിത്രത്തിന് വേണ്ടി ബാലചന്ദ്ര മേനോൻ നൽകിയ പേരാണ് ഉഷ. അക്കാലത്ത് ബാലചന്ദ്ര മേനോന്റെ മറ്റ് ചിത്രങ്ങളെ പോലെ ഈ ചിത്രത്തിന് വിജയം കൈവരിക്കാനായില്ല. എന്നാൽ ഉഷയെ ആ ചിത്രത്തിലൂടെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഉഷയുടെ പിതാവ് ജോലി നോക്കിയിരുന്നത്. കണ്ടതും കേട്ടതും എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഉഷയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്ന് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. തുടർന്ന് പ്രാധാന്യമുള്ള പല വേഷങ്ങളിലും പല ചിത്രങ്ങളിലും അവർ വേഷമിട്ടു. ഇതിനിടയിൽ എപ്പോഴോ പല നടിമാരെയും പോലെ ചെറുപ്പക്കാരികളെ പോലെ ഉഷയുടെ മനസ്സിലും ഒരു പ്രണയം മുട്ടിട്ടു. പ്രശസ്ത സംവിധായകനായ സുരേഷ് ബാബുവുമായിട്ടായിരുന്നു ഉഷയുടെ പ്രണയം. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ് തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു സുരേഷ് ബാബു. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ടുള്ള പ്രണയവും വിവാഹവും എല്ലാം അന്ന് വലിയ വാർത്തയായിരുന്നു. 2 കുടുംബക്കാരുടെയും കടുത്ത എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഇവർ വിവാഹിതരായത്. എന്നാൽ കാലക്രമേണ കുടുംബക്കാർ കടുംപിടുത്തമൊക്കെ ഉപേക്ഷിച്ച് അല്പമൊന്ന് അയഞ്ഞു. അപ്പോഴേക്കും ദമ്പതിമാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. അവർ മെല്ലെ അകലാനും തുടങ്ങി. അത് പിന്നീട് ഗാർഹിക പീഡന കേസായി അവസാനം സുരേഷ് ബാബുവിന്റെ അറസ്റ്റിലാണ് കലാശിച്ചത്. അങ്ങനെ ഒത്തുപോകാൻ സാധിക്കാത്ത വിധം മാനസികമായി അകൽച്ചയിലാകുകയും അത് വിവാഹമോചനത്തിലെത്തുകയും ചെയ്തു. ഇത് തികച്ചും ഉഷയുടെയും സുരേഷ് ബാബുവിന്റെയും സ്വകാര്യ ജീവിതത്തിലെയും കുടുംബ ജീവിതത്തിലെയും പ്രശ്നമാണെങ്കിലും ഞാൻ ഇതിവിടെ ഇപ്പോൾ പറയാനുള്ള കാരണം ലക്ഷ്മിപ്രിയ ഉഷ 2ാമത് വിവാഹം കഴിച്ചത് എന്തോ വലിയ അപരാധവും കൊടിയ പാപവുമാണെന്നൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഉഷയെ അപമാനിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? മാനസികമായി അകന്ന് പരസ്പരം കലഹിച്ചുകൊണ്ട് ഒരു കൂടാരത്തിനുള്ളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി ജീവിതം ഹോമിച്ച് തീർക്കാത്തതാണോ ഉഷയും സുരേഷ് ബാബുവും ചെയ്ത തെറ്റ്? ലക്ഷ്മിപ്രിയയ്ക്ക് ഉഷയുടെ പേരിൽ മറ്റൊന്നും കണ്ടുപിടിക്കാനില്ല എന്ന് തോന്നിയപ്പോൾ ഇത് പറഞ്ഞ് അവരുടെ ഇമേജിനെ തകർക്കാം എന്നാണ് കരുതിയതെങ്കിൽ ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തി 2ാം വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആദ്യത്തെ വനിതയല്ല
ഉഷ എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം, ഉഷയും സുരേഷ് ബാബുവും പുനർവിവാഹം കഴിച്ച് ഇപ്പോൾ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഉഷയും സുരേഷ് ബാബുവും സൗഹൃദ ബന്ധം പുലർത്തുന്നുമുണ്ട്. കുടുംബജീവിതത്തിലുണ്ടായ താളപ്പിഴകളും ഉലച്ചിലുകളും കാരണം അന്ന് കുറെ നാളുകൾ ഉഷയ്ക്ക് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായി വന്നു. ആ സമയത്താണ് മോഹൻലാലിന്റെ ഒരു ഗൾഫ് ഷോയിൽ ഉഷയെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ലാലിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ ഷോയിൽ ഉഷയെ പങ്കെടുപ്പിക്കുകയും അതിൽ ഉഷ അവതരിപ്പിച്ച ഒപ്പനയും മറ്റും ഗംഭീര വിജയമാവുകയും ചെയ്തു. തുടർന്ന് മോഹൻലാലിന്റെ മിഥുനം എന്ന ചിത്രത്തിൽ അവസരം ലഭിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും കിരീടത്തിലെയും ചെങ്കോലിലെയും സേതുമാധവന്റെ സഹോദരിയെ ആർക്കാണ് മറക്കാൻ കഴിയുക? ആ കഥാപാത്രത്തിന് ജീവൻ നൽകി അനശ്വരമാക്കിയത് ഉഷയാണ്. ഉഷ നല്ല റേഞ്ച് ഉള്ള ഒരു കലാകാരിയാണ്. അത് സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും പാട്ടിലാണെങ്കിലും ഒക്കെ അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ തിരക്കുള്ള ഒരു കലാകാരി തന്നെയാണ്. ഉഷയ്ക്ക് 2 സഹോദരന്മാരാണുള്ളത്. രണ്ടുപേരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അനുജൻ ഹസീബ് അറിയപ്പെടുന്ന ഒരു നിർമ്മാതാവാണ്. അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളാണ് കലാഭവൻ മണി നായകനായ മാണിക്യൻ, പൃഥ്വിരാജ് നായകനായ വർഗം, ഉണ്ണി മുകുന്ദൻ നായകനായ പാതിരാമണൽ, ഫഹദ് നായകനായ ഗോഡ്സ് ഓൺ കൺട്രി, ജയറാം നായകനായ ആടുപുലിയാട്ടം, ഗ്രാൻഡ് ഫാദർ, മമ്മൂട്ടി നായകനായ ഉട്ടിയൊപ്പിയിലെ രാജാവ്, കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ, ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാർ എന്നിവയാണ്. ഹാപ്പി സർദാർ എന്ന കാളിദാസൻ നായകനായ ചിത്രത്തോടെ ഹസീബിന്റെ സിനിമാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്നേക്കുമായി തിരശ്ശീല വീണു. ഒപ്പം അദ്ദേഹത്തിന്റെ മാനസിക, ശാരീരിക, സാമ്പത്തിക സ്ഥിതിയും തകർന്നടിഞ്ഞു. ഈ അവസ്ഥയിലേക്ക് ഹസീബിനെ കൊണ്ട് എത്തിച്ച സംഭവങ്ങളെ കുറിച്ച് സഹോദരിയായ ഉഷ സോഷ്യൽ മീഡിയയിലൂടെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തുകയുണ്ടായി. ഒന്നുമില്ലായ്മയിൽ നിന്നും സിനിമാ മേഖലയിൽ എത്തപ്പെട്ട് തന്റെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെ തന്റേതായ ഒരു സാമ്രാജ്യം സിനിമയിൽ കെട്ടിപ്പടുത്തുയരങ്ങളിലെത്തിയ നിർമ്മാതാവായിരുന്നു ഹസീബ്. സിനിമാ നിർമ്മാണം കൂടാതെ സിനിമാ നിർമ്മാതാക്കൾക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കൽ, സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം വാങ്ങിക്കൊടുക്കൽ എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് സിനിമാ രംഗത്ത് ഒരു അവിഭാജ്യ ഘടകമായി അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നു. ആലപ്പുഴയിൽ അത്യാധുനികമായ ഒരു ഭവനവും ആഡംബര വാഹനങ്ങളും ഗോൾഡ് ഷോപ്പും മറ്റുമായി രാജകീയമായി വാഴുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ഇരുട്ടടി ഹസീബിനെ ഏൽക്കുന്നത്. ഒരു നിർമ്മാതാവ് കുറെ പണം മുടക്കിയ ശേഷം ഉപേക്ഷിച്ചു പോയ ഒരു പ്രോജക്ട് ഹസീബ് ഏറ്റെടുത്ത് നടത്തുവാൻ നിർബന്ധിതനായി. അതുവരെ ആർട്ടിസ്റ്റ് വാല്യൂ മാത്രമുള്ള ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഹസീബ് ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാത്ത പുതുമുഖ സംവിധായകന്റെ ഒരു ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത്. കാളിദാസ് ജയറാം നായകനായ ഹാപ്പി സർദാർ എന്ന ചിത്രമായിരുന്നു അത്. ഞാൻ ഹസീബിനോട് ചോദിച്ചു, എല്ലാം ബിസിനസ് കണ്ണുകൊണ്ട് മാത്രം നോക്കിക്കാണുന്ന ഹസീബ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പടം ഏറ്റെടുത്തതെന്ന്. അതിന് ഹസീബ് പറഞ്ഞ മറുപടി, അത് ജയറാമിന്റെ മേലുള്ള എന്റെ വിശ്വാസമാണ്. ജയറാം എന്നോട് പറഞ്ഞു, എന്റെ മകന്റെ പടം ഹസീബ് ഏറ്റെടുക്കണം, അതിനെന്ത് സംഭവിച്ചാലും ഞാൻ ഒപ്പമുണ്ടാകും, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം, ആ ഉറപ്പാണ് എന്റെ വിശ്വാസം. ഹസീബ് അപ്പോൾ എന്നോട് പറഞ്ഞു, പലരും എന്നെ വിളിച്ചു പറഞ്ഞു ഇതിന് തലവെച്ചു കൊടുക്കരുത്, ഇത് ചെയ്യരുതെന്ന്. പക്ഷേ ഞാൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ നിരവധി കോടികൾ വാരിയെറിഞ്ഞുകൊണ്ട് ഷൂട്ടിംഗ് ആരംഭിച്ചു. പഞ്ചാബിലും ഹരിയാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഷൂട്ടിംഗ് പൊടിപൊടിച്ചു. ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനനുസരിച്ച് മാർവാടികളുടെ കയ്യിൽ നിന്നും വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ 4 ഇടത്തിൽ നിന്നാണ് ഈ പടം തീർക്കുന്നതിലേക്കായി ഫൈനാൻസ് എടുത്തത്. വലിയ ആഘോഷത്തോടെ പ്രതീക്ഷയോടെ പടം റിലീസ് ചെയ്തപ്പോൾ പോസ്റ്റർ ഒട്ടിച്ച പണം പോലും ലഭിച്ചില്ല. പടം 8 നിലയിൽ വീണു. ഒപ്പം ആ മാനസികാഘാതത്തിൽ ഹസീബ് എന്ന നിർമ്മാതാവും വീണു. ഈ ചിത്രത്തിന് വേണ്ടി ഹസീബിന് വന്ന ബാധ്യത ഏതാണ്ട് 10 കോടി രൂപയോളമാണ്. കടം കയറി തകർന്നടിഞ്ഞു നിൽക്കുന്ന നിർമ്മാതാവിന് പിന്നീട് ആരാണ് ഡേറ്റ് കൊടുക്കുക? ഹസീബ് ഏറെ പ്രതീക്ഷയോടെ ജയറാമിനെ സമീപിക്കുന്നു. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ കണ്ണൻ താമരക്കുളത്തിനെയും കൂട്ടിക്കൊണ്ടാണ് ഹസീബ് ജയറാമിനെ കാണാനെത്തിയത്. ആടുപുലിയാട്ടത്തിന് ഒരു 2ാം ഭാഗം ചെയ്യാൻ കഥ റെഡിയാണെന്നും ഡേറ്റ് നൽകി സഹായിക്കണമെന്നും ഹസീബ് ജയറാമിനോട് പറയുന്നു. ഡേറ്റിനായി 1 വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന ജയറാമിന്റെ അഴകുഴപ്പൻ മറുപടി. ഹസീബ് പറയുന്നു, ആ സമയങ്ങളിൽ ജയറാമിന് വലിയ പടങ്ങളോ തിരക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പണമില്ലാത്ത തന്നെ ഒഴിവാക്കാനായിട്ടാണ് ജയറാം ഇങ്ങനെ പറഞ്ഞതെന്ന് ഹസീബിന് അപ്പോൾ തന്നെ മനസ്സിലായി. മകന്റെ കാര്യത്തിന് വേണ്ടി തന്നോട് പറഞ്ഞ വാചകങ്ങളൊക്കെ ജയറാം അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നു, വിസ്മരിച്ചിരിക്കുന്നു. തകർന്നടിഞ്ഞ് വേദനയോടെ ഇരിക്കുന്ന ഹസീബിന് അയച്ച ഒരു വോയിസ് മെസ്സേജ് ഇങ്ങനെയാണ്, എല്ലാം നല്ലതിനു വേണ്ടിയാണ്, ഇതും നല്ല
നല്ലതിനു വേണ്ടിയാണെന്ന് കരുതുക. ദൈവം സഹായിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. അവിടെയും ജയറാം വാക്ക് പാലിച്ചില്ല. ഹസീബിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം കടക്കാർ 4 വശവും നിന്ന് ഹസീബിനെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു. തന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജപ്തിയുടെ വക്കിലെത്തി. ഹസീബ് എന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ ഹസീബ് വേദനയോട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ജയറാമിനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കാര്യമായി. ഞാൻ സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടിലാണ്. ഗോകുലം ഗോപാലന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫൈനാൻസിന്റെ മുതൽ ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കാം. അതിന്റെ പലിശ ഒന്ന് ഒഴിവാക്കി തരാൻ ഗോപാലേട്ടനോട് പറയണം. ജയറാം പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. ജയറാം അത് ഏറ്റെങ്കിലും എനിക്കത് ചെയ്തു തന്നില്ല. ഞാൻ അപ്പോൾ ഹസീബിനോട് പറഞ്ഞു, ജയറാമിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഞാൻ ഉൾപ്പെടെ എല്ലാവരും നിങ്ങളെ വിലക്കിയതല്ലേ ആ പടം ഏറ്റെടുത്ത് ചെയ്യരുതെന്ന്. ഹസീബ് അന്ന് അതൊന്നും ചെവിക്കൊണ്ടില്ല. ഇത് ക്ഷണിച്ചു വരുത്തിയ വിധിയാണ്. അന്ന് ഞാൻ ഹസീബിനോട് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചിരുന്നു. ഹസീബിന് ഒരു അനുജനുണ്ടല്ലോ, ഹനീസ്. അയാൾ 20 വർഷത്തിലേറെയായി പല ഡയറക്ടർമാരോടൊപ്പം അസോസിയേറ്റ് ഡയറക്ടറായി ജോലി നോക്കിയിരുന്ന ആളാണ്. അയാൾ മിടുക്കനായ ഒരു ടെക്നീഷ്യൻ കൂടിയാണ്. അയാളെ ഒരു സ്വതന്ത്ര സംവിധായകനാക്കും എന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് തന്റെ ജ്യേഷ്ഠനിലായിരുന്നു. അവനെ കൊണ്ട് സ്വതന്ത്രമായ ഒരു പടം ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ഹസീബിനോട് പറഞ്ഞിരുന്നു. അതുപോലും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. അവിടെയാണ് ജയറാമിന്റെ മകന് വേണ്ടി ചെയ്തു കൊടുക്കാവുന്നതെല്ലാം ചെയ്തു കൊടുത്തു എന്നത് ഓർക്കുക. കടുത്ത മാനസിക ആഘാതത്താൽ പക്ഷാഘാതം പിടിപെട്ട് 30 ദിവസത്തോളമാണ് അബോധാവസ്ഥയിൽ ഹസീബ് ആശുപത്രിയിൽ കിടന്നിരുന്നത്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഒരേ സമയം 2 ഓപ്പറേഷനുകൾക്ക് വിധേയമാകേണ്ട സ്ഥിതി വന്നു. മമ്മൂട്ടിയാണ് ഡോക്ടർമാരെ വിളിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയത്. ഹോസ്പിറ്റൽ ബില്ല് 11.5 ലക്ഷം രൂപ സെറ്റിൽ ചെയ്തത് ബാദുഷയും ആന്റോ ജോസഫും ചേർന്നാണ്. ഇത്തരം ഒരു ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകാൻ വഴിയൊരുക്കിയ കാരണക്കാരൻ ഇതൊന്നും അറിഞ്ഞതുമില്ല, കേട്ടതുമില്ല, ആ വഴി വന്നതുമില്ല. സഹോദരന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടും കേട്ടും സഹികെട്ടപ്പോഴാണ് സഹോദരിയായ ഉഷ ഹസീന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ജയറാമിനെതിരെ പ്രതികരിച്ചത്. ഉഷ അങ്ങനെയാണ്, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. അവിടെ വലിപ്പച്ചെറുപ്പമോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉഷയ്ക്ക് ശത്രുക്കളും കൂടുതലാണ്. ഉഷ ഇപ്പോൾ പലരുടെയും കണ്ണിലെ കരടും പേടി സ്വപ്നവും ഒക്കെയാണ്. സത്യസന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉഷ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.